ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ഓരോ തുള്ളി രക്തവും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും രാജ്യത്തെ സുശക്തവും ഊർജ്ജസ്വലവുമാക്കാൻ വേണ്ടിയും ഉപകരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയുടെ വാക്കുകളായിരുന്നു ഇത്. നവംബർ 19 ഉരുക്കു വനിതയെന്ന് ലോകമെങ്ങും വിശേഷിപ്പിക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം. നഗരത്തിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടികൾ നടന്നു. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. സഞ്ചാരികൾക്ക് കാഴ്ചകളുടെ വിരുന്നൊരുക്കാൻ നഗരം ഒരുങ്ങുന്നു. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കം. പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 100ാം ജന്മദിനം. വിപുലമായ പരിപാടികളോടെ ജന്മദിന ആഘോഷങ്ങൾ. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് നവംബർ 21 തുടക്കമാകും. 3 ദിവസങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 2960ഓളം കുട്ടികൾ. വാർത്തകൾ വിശദമായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശകർക്കായി ഒരുക്കുന്നതിനും മികച്ച നിലയിൽ സംരക്ഷിക്കുന്നതിനുമായുള്ള സമഗ്ര ശുചീകരണ യജ്ഞത്തിന് സരോവരം ബയോപാർക്കിൽ തുടക്കമായി. ഗ്രീൻ കാർപ്പറ്റ് ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. ജില്ലയിലെ 6 പ്രധാന കേന്ദ്രങ്ങളാണ് ക്യാമ്പയിന്റെ ഭാഗമായി വിനോദസഞ്ചാരികൾക്കായി ഒരുങ്ങുന്നത്. നഗരത്തെ മോടി പിടിപ്പിക്കാനുള്ള മിനുക്കുപണികളിലാണ് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്. കൂടുതൽ സഞ്ചാരികളെ നഗരത്തിലേക്ക് ആകർഷിക്കാനും മികച്ച നിലയിൽ നഗരം സംരക്ഷിക്കാനുമാണ് പുതിയ മുന്നൊരുക്കങ്ങൾ. ഇതിന് കോഴിക്കോട്ടെ 6 പ്രധാന കേന്ദ്രങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടം സരോവരം ബയോപാർക്കിൽ നടന്ന ചടങ്ങിൽ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രത്തിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മഹത്തായ സേവനമാണ് ശുചിത്വയജ്ഞമെന്ന് അദ്ദേഹം പറഞ്ഞു. പച്ചപ്പുകൾ നിലനിർത്താൻ വിദ്യാർത്ഥികൾക്കൊപ്പം സമൂഹവും അണിനിരക്കണമെന്നും മേയർ കൂട്ടിച്ചേർത്തു. ഗ്രീൻ കാർപ്പറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന കാർപ്പറ്റല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പച്ചപ്പുകൾ നിലനിർത്താൻ നമുക്ക് സാധിക്കണം. വലിയ വില കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അറബിക്കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണോ എന്ന് ചോദിച്ചത് നാടാൻ തെറ്റ് മറക്കണ്ട. ഓർമ്മയുണ്ടോ നമുക്കത്? നിയമസഭയിൽ ഇത് സംബന്ധിച്ചൊരു പ്രശ്നം വന്നപ്പോൾ ഒരു MLA ചോദിച്ചതാണ്, അറബിക്കടലിൽ മഴ പെയ്യുന്നത് മരം ഉണ്ടായിട്ടാണോ? അങ്ങനെ ആവാൻ വേണ്ടി പാടില്ല. അതൊക്കെ എന്താണെന്ന് അറിയാം. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം പണം സമ്പാദിക്കലും മാത്രമോ. എന്തൊക്കെ കിട്ടിയിട്ടും മനുഷ്യൻ ആർത്തി തീരുന്നില്ല. പിന്നെയും ഒരു മനുഷ്യനെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന പ്രയോജനപ്പെടുത്താവുന്ന എത്ര എന്തൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയും. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശകർക്കായി ഒരുക്കുന്ന യജ്ഞത്തിൽ വിദ്യാലയങ്ങളിൽ നിന്ന് നിരവധി NSS വളണ്ടിയർമാരാണ് പങ്കാളികളായത്. സരോവരം ബയോപാർക്ക് പൂർണ്ണ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ഉദ്ഘാടന ചടങ്ങിൽ സബ് കളക്ടർ ഗോപാലകൃഷ്ണൻ IAS, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ശരത് ചന്ദ്രൻ, ആബിദ് തറവാട്ടൻ, KP രാജീവൻ, കൌൺസിലർ അനിത രാജൻ, ജയരാമൻ, KP രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ദിരാഗാന്ധിയെ അനുസ്മരിക്കാത്ത ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് T. സിദ്ദിഖ്. ഇന്ദിരാഗാന്ധിയുടെ 100ാം ജന്മദിനത്തിൽ ഫോറസ്ട്രി ബോർഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 100ാം ജന്മദിനത്തിൽ ഫോറസ്ട്രി ബോർഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണം നടന്നു. ബീച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ഛായാപടത്തിൽ പുഷ്പാർച്ചന നടത്തി യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റ് T. സിദ്ദിഖ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഇന്ദിരാഗാന്ധിയെ അനുസ്മരിക്കാത്ത രാജ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒക്ടോബർ മാസം 31-ാം തീയതി വരുമ്പോൾ രാജ്യത്തിന് വേണ്ടി പടഞ്ഞു മരിച്ച ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ പരിപാവനമായ ദിവസം അവരുടെ ഭൌതിക ശരീരം അടക്കം ചെയ്തതായിട്ടുള്ള മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഈ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ദുഃഖസമേതം പറയാൻ ആഗ്രഹിക്കുന്നു. ചടങ്ങിൽ M. രാജൻ, KV. സുബ്രഹ്മണ്യൻ,
കെ മൊയ്തീൻ കോയ, പി.ടി. ജനാർദ്ദനൻ, കെ.പി. ബാബു, എം.ടി. സേതുമാധവൻ, പി.എം. നിയാസ്, ബാബു കിണാശ്ശേരി, ഷഹീൻ യു തുടങ്ങിയവരും പങ്കെടുത്തു. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നവംബർ 21, 22, 23 തീയതികളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ നടക്കും. 21-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്യും. 15ാമത് റവന്യൂ സ്കൂൾ കായികമേളയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്റ്റേഡിയത്തിൽ നവംബർ 21-ന് തുടക്കമാകും. 3 ദിവസങ്ങളിലായി 2960 കുട്ടികൾ 6 വിഭാഗങ്ങളിൽ മത്സരിക്കും. 17 ഉപജില്ലകളിൽ നിന്നും കായിക മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനം കിട്ടിയ കുട്ടികളാണ് ജില്ലാമേളയിൽ മത്സരിക്കുന്നത്. 108 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. ആൺകുട്ടികൾക്ക് ക്യാമ്പസ് സ്കൂളിലും പെൺകുട്ടികൾക്ക് സാവിയോ സ്കൂളിലും താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 21-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി മേള ഉദ്ഘാടനം ചെയ്യും. ഒളിമ്പ്യൻ പി.ടി. ഉഷ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുക്ക മുഹമ്മദ് സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയം ഒരു സമഗ്രാവലോകനം എന്ന വിഷയത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഏകദിന സെമിനാർ നടന്നു. കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ സമഗ്രമായ അവലോകനമായിരുന്നു ഏകദിന വിദ്യാഭ്യാസ സെമിനാർ. വിദ്യാഭ്യാസ സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ശില്പശാലയിൽ വിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്തെ പ്രതിനിധികൾ പങ്കെടുത്തു. കെ.പി. കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടി കാലിക്കറ്റ് സർവകലാശാല പ്രോ വൈസ് ചാൻസലർ പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് സംസ്കൃത വിഭാഗാധ്യക്ഷൻ ഡോക്ടർ സി ശ്രീകുമാരൻ അധ്യക്ഷനായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയത്തിൽ പൂർണ്ണ വിയോജിപ്പുമായാണ് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ മാസ്റ്റർ ശില്പശാലയിൽ പങ്കെടുത്തത്. ആവശ്യമായ മുന്നൊരുക്കങ്ങളില്ലാതെയാണ് പുതിയ വിദ്യാഭ്യാസ നയമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം നിലനിർത്താൻ ഭൌതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ഇതിന് കൂടുതൽ പണം മേഖലയിൽ ചിലവഴിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CCE അഥവാ കണ്ടിന്യൂസ് കമ്പൽസീവ് ഇവാലുവേഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ അഭിപ്രായത്തോട് വിയോജിച്ചാണ് കാലിക്കറ്റ് സർവകലാശാല എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് മുൻ വകുപ്പ് മേധാവി ഡോക്ടർ കെ.പി. മീര ചർച്ചയിൽ പങ്കെടുത്തത്. പ്രീ പ്രൈമറി തലം മുതൽ മികച്ച പ്രവർത്തന ശൈലി പിന്തുടരുന്നതാണ് കേന്ദ്ര നയമെന്ന് അവർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ നയത്തിന്മേൽ നടന്ന ചർച്ചയിൽ ഡോക്ടർ വി അനിൽ, ഡോക്ടർ എൻ.ആർ. മധു തുടങ്ങിയവരും തങ്ങളുടെ ആശയങ്ങൾ പങ്കുവച്ചു. ശില്പശാലയിൽ പ്രൊഫസർ ശൈലേന്ദ്ര വർമ്മ, പ്രൊഫസർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ടി.എ. നാരായണ മാസ്റ്റർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റൈസിംഗ് കേരള 2016 ഫുഡ് എക്സ്പോയുടെ ഭാഗമായി ഭക്ഷ്യാധിഷ്ഠിത വ്യവസായ ശില്പശാല സംഘടിപ്പിച്ചു. മിൽമ ചെയർമാൻ പി.ടി. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. റൈസിംഗ് കേരള 2016 ഫുഡ് എക്സ്പോയുടെ ഭാഗമായാണ് ഭക്ഷ്യാധിഷ്ഠിത വ്യവസായം എന്ന ശില്പശാല നടന്നത്. ഹോട്ടൽ ഹൈസൻ ഹെറിറ്റേജിൽ നടന്ന ഏകദിന ശില്പശാല സംസ്ഥാന ചെറുകിട വ്യവസായ അസോസിയേഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുഡ്വെയർ ഇൻഡസ്ട്രീസ്, ഫുഡ്വെയർ ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ, സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പ്, കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ തുടങ്ങിയവയുടെ സംയുക്ത സഹകരണത്തോടെയാണ് നടന്നത്. ഫുഡ് ഡയറി ആൻഡ് പാക്കേജിംഗ് മേഖലയിലെ നവീന ബിസിനസ് സാധ്യതകൾ, ഫുഡ് സേഫ്റ്റി ആക്ട്, ഭക്ഷ്യ വ്യവസായം, വിൽപ്പനയും വിപണനവും എന്നീ വിഷയങ്ങളെ മുൻനിർത്തിയാണ് ക്ലാസുകൾ നടന്നത്. ശില്പശാലയുടെ ആദ്യ സെക്ഷനിൽ സാറ ടെക്നോ പ്രൊപ്പറേറ്റർ മാത്യു ആന്റണി ക്ലാസ് എടുത്തു. കർഷകനെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റ് കിട്ടില്ല. സേലം മേഖലയിലെ മാങ്ങ കർഷകനെ കാണണമെന്നില്ല. നിങ്ങൾ വിശ്വസിക്കാനില്ലെങ്കിൽ മാങ്ങയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചറിയാം. They don't buy Indian machines. ജർമ്മൻ മെഷീൻസ് വെച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഉണ്ടായത്? അവിടെ സംഭവിച്ചത് പ്രിസർവ് ചെയ്യാന്നുള്ള ധൈര്യം. പ്രിസർവ് ചെയ്യണം. അപ്പൊ ബ്രോക്കേഴ്സിനൊന്നും റോൾ ഉണ്ടാവില്ല. നാളെ ഇത് കളയേണ്ടി വരുന്നുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. തുടർന്ന് ഡോക്ടർ അനിൽകുമാർ കെയാർ, പി.വി. നാരായണൻ, പ്രൊഫസർ ആനന്ദകുട്ടൻ, ബി. ഉണ്ണിത്താൻ, കെ. ഏലിയമ്മ തുടങ്ങിയവരുടെ നേതൃത്വത്തിലും ക്ലാസുകൾ നടന്നു. മിൽമ ചെയർമാൻ പി.ടി. ഗോപാലകുറുപ്പാണ് ശില്പശാലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ചടങ്ങിൽ റൈസിംഗ് കേരള കൺവീനർ ഫിറോസ് ഇ.പി., അനിൽകുമാർ എം, കെ.ടി. തോമസ്, സൈമൺ സക്കറിയ, പി.സി. മജീദ് തുടങ്ങിയവരും പങ്കെടുത്തു. ജനമിത്രം ജനകീയ നീതിവേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക പുരുഷ ദിനം ആചരിച്ചു. ഗാന്ധിഗൃഹത്തിൽ നടന്ന ദിനാചരണ പരിപാടി പി.എ. പൌരൻ ഉദ്ഘാടനം ചെയ്തു. ജനമിത്രം ജനകീയ നീതിവേദിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ലോക പുരുഷ ദിനം ആചരിച്ചത്. നീതി നിഷേധങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും സ്ത്രീ പുരുഷ വിവേചന നിയമങ്ങൾക്കെതിരെയും വയോജനക്ഷേമത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജനമിത്രം ജനകീയ നീതിവേദി. ഉറങ്ങുന്നവന് നിയമങ്ങൾ ഒരിക്കലും സംരക്ഷണം നൽകില്ല. നീതി ലഭിക്കാൻ ഉണർന്നിരിക്കണമെന്ന ഗാന്ധിജിയുടെ മഹത്തായ സന്ദേശമാണ് ജനമിത്രത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ നടന്ന ദിനാചരണ പരിപാടി പി.എ. പൌരൻ ഉദ്ഘാടനം ചെയ്തു.
വർഷങ്ങൾ പിന്നിട്ടിട്ടും തുല്യനീതി നിർവ്വഹണം നടത്തപ്പെട്ടിട്ടില്ലെന്നും രാജ്യത്ത് കെട്ടിക്കിടക്കുന്ന കേസുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ആർട്ടിക്കിൾ 14 നമ്മുടെ ഭരണഘടനയെ പ്രത്യേകിച്ച് ചടങ്ങിൽ ജനമിത്രം പ്രസിഡന്റ് MA ഇബ്രാഹിം റാവുത്തർ അധ്യക്ഷത വഹിച്ചു. ജോയി എബ്രഹാം, ചെറിയാൻ തോട്ടുങ്കൽ, VV പ്രഭാകരൻ, സന്തോഷ് കൊല്ലം, കുഞ്ഞു പുതുശ്ശേരി, CPK മുത്തുക്കോയ തങ്ങൾ, ബൈജു ആറാഞ്ചേരി തുടങ്ങിയവരും പങ്കെടുത്തു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. മലബാറിലെ പ്രമുഖ ക്ഷേത്രമായ മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മഹോത്സവത്തിന് നവംബർ 15 പുലർച്ചെ മഹാഗണപതി ഹോമത്തോടെ തുടക്കം കുറിക്കുന്നു. 7 ദിവസങ്ങളിലായി ജനസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ഈ മഹാക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി സ്വാമിനി ശിവാനന്ദപുരി ഉൾപ്പെടെയുള്ള പണ്ഡിത ശ്രേഷ്ഠരുടെ പ്രഭാഷണ പരമ്പര, സാംസ്കാരിക സമ്മേളനം, അന്നദാനം എന്നിവയ്ക്ക് പുറമെ കേരളത്തിലെ പ്രമുഖരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന അത്യുഗ്രൻ കലാവിരുന്നുകളും അരങ്ങേറുന്നു. നവംബർ 15 രാത്രി 8 മണിക്ക് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ താരങ്ങൾ അണിനിരക്കുന്ന സ്റ്റാർ നൈറ്റ് മെഗാ ഷോ. 16 രാത്രി വാദ്യമേള കുലപതി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരുടെ തൃത്തായമ്പക. 17 രാത്രി കാലിക്കറ്റ് V4U അവതരിപ്പിക്കുന്ന മെഗാ കോമഡി ഷോ. 18 രാത്രി പിന്നണി ഗായകൻ നിഷാദ് നയിക്കുന്ന ഗാനമേളയും അരങ്ങേറുന്നു. ഉത്സവത്തിന്റെ 5-ാം ദിവസം 5 ദേശങ്ങളിൽ നിന്നും ആബാലവൃദ്ധം ജനങ്ങൾ പങ്കുചേരുന്ന വരവാഘോഷവും നവംബർ 20 രാവിലെ 8 മണി മുതൽ ആയിരങ്ങളുടെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന നാരായണ മന്ത്രത്തിന്റെ അകമ്പടിയോടെ നടക്കുന്ന കോടിയർച്ചനയും വൈകിട്ട് 6 മണിക്ക് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ദാരുരഥത്തിൽ ദേവന്റെ തിടമ്പെഴുന്നള്ളിക്കുന്ന അത്യപൂർവ ചടങ്ങും നടക്കുന്നു. ഭക്തിയും സാഹോദര്യവും സാംസ്കാരിക തനിമയും ഒത്തുചേരുന്ന മണാശ്ശേരി ശ്രീ കുന്നത്ത് തൃക്കോയിൽ വിഷ്ണു ക്ഷേത്രത്തിലെ മഹോത്സവം നവംബർ 15 മുതൽ 21 വരെ. ഈ ക്ഷേത്രോത്സവത്തിൽ പങ്കുചേരാൻ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. കേന്ദ്ര സർക്കാർ നോട്ടുകൾ പിൻവലിച്ചത് പോളിസി ഉടമകൾക്കും ഏജന്റുമാർക്കും വൻ തിരിച്ചടിയായെന്ന് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ ദേശീയ സെക്രട്ടറി ജനറൽ K. രാമചന്ദ്രൻ. ഏജന്റുമാർക്ക് റിന്യൂവൽ പ്രീമിയം പോലും അടയ്ക്കാൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംഘടനാ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധന നടപടിയിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ. പോളിസി ഉടമകളെയും ഏജന്റുമാരെയും ഒരുപോലെ വെട്ടിലാക്കിയ കേന്ദ്ര നയം സംബന്ധിച്ച് കടുത്ത വിമർശനമാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നുവന്നത്. അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം സംഘടനാ ദേശീയ സെക്രട്ടറി ജനറൽ K. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ നോട്ടുകൾ പിൻവലിച്ചത് പോളിസി ഉടമകൾക്കും ഏജന്റുമാർക്കും വൻ തിരിച്ചടിയായെന്നും അദ്ദേഹം പറഞ്ഞു. LIC മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലാണ് കേന്ദ്ര നയം. ഏജന്റുമാർക്ക് റിന്യൂവൽ പ്രീമിയം പോലും അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. സമയപരിധി നീട്ടാൻ സർക്കാർ തയ്യാറാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. LIC ഏജന്റുമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക, ഏജന്റുമാർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുക, ESI പ്രൊവിഡന്റ് ഫണ്ട് എന്നിവ നൽകുക, കോൺട്രിബ്യൂട്ടറി പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനത്തിൽ ഉയർന്നുവന്നു. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് V. അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി K. സൂര്യപ്രഭ, തനുജ നിർമ്മൽ, M. അബ്ദുൾ സമദ്, CN ഗിരീശൻ, കരുണാകരൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ നഗരത്തിലെ പ്രമുഖർ അവർക്കൊപ്പം കളത്തിലിറങ്ങിയപ്പോൾ കാൽപന്ത് കളിയുടെ വേറിട്ട അനുഭവമാണ് കോഴിക്കോടിന് ലഭിച്ചത്. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടന്ന പോരാട്ടത്തിൽ കളക്ടേഴ്സ് 11 1-നെതിരെ 10 ഗോളുകൾക്ക് കീഴടക്കി ചിൽഡ്രൻസ് 11 തകർപ്പൻ ജയം നേടി.
ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളുടെ കളിമികവിനെ പ്രോത്സാഹിപ്പിക്കാനും അവർക്കൊപ്പം പന്ത് തട്ടാനും ഔദ്യോഗിക തിരക്കുകൾ മാറ്റിവെച്ച് ജില്ലാ സബ് ജഡ്ജി RL ബൈജുവിന്റെ നേതൃത്വത്തിൽ നഗരത്തിലെ പ്രമുഖർ കളത്തിലിറങ്ങിയപ്പോൾ കോഴിക്കോടിന് ലഭിച്ചത് വേറിട്ടൊരു കാൽപന്ത് കളിയുടെ സായാഹ്നമായിരുന്നു. ചിൽഡ്രൻസ് 11 കളക്ടേഴ്സ് 11 ടീമും ആവേശം തീർത്തപ്പോൾ കാൽപന്ത് പ്രേമികൾക്കും സന്തോഷം. ചൈൽഡ് ലൈൻ സേ ദോസ്തി ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ കളക്ടറുടെ ടീമിനെതിരെ ഗോൾമഴ തീർത്ത് ചിൽഡ്രൻസ് 11 കരുത്തുകാട്ടി. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടന്ന മത്സര പോരാട്ടത്തിൽ കളക്ടേഴ്സ് 11 ഒന്നിനെതിരെ 10 ഗോളുകൾക്ക് കീഴടക്കിയാണ് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിലെ കുട്ടികളുടെ ടീം തകർപ്പൻ ജയം നേടിയത്. വിദ്യാർത്ഥികളുടെ ടീമിനായി അഫ്സൽ ഹാട്രിക് നേടി. ക്യാപ്റ്റൻ അലക്സാണ്ടർ, അനീഷ് എന്നിവർ ഇരട്ട ഗോളും അവിനീഷ്, സുഭാഷ്, അജിത് എന്നിവർ പട്ടിക പൂർത്തിയാക്കി. കളക്ടേഴ്സ് 11 വേണ്ടി പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ ആശ്വാസ് ഗോൾ കണ്ടെത്തി. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ സമൂഹ മനസാക്ഷി ഉണർത്തുകയെന്ന ലക്ഷ്യവുമായാണ് മത്സരം സംഘടിപ്പിച്ചത്. ചിൽഡ്രൻസ് 11 താരങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചത് കോച്ച് KP സന്തോഷ് കുമാറായിരുന്നു. കാലിക്കറ്റ് ഫുട്ബോൾ കോച്ചസ് ക്ലബ് അംഗം കൂടിയായ KP സന്തോഷ് ഇപ്പോൾ ലാഡേഴ്സ് എന്ന ഫുട്ബോൾ അക്കാദമിയുടെ സാരഥി കൂടിയാണ്. ഒറ്റപ്പെട്ട ലോകത്ത് ജീവിക്കുന്ന കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനും അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് ലാഡേഴ്സിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മദനിയെ മോചിപ്പിക്കുക എന്ന ആവശ്യം ശക്തമാക്കി PDP. ഈ ആവശ്യം ഉന്നയിച്ച് മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 മുത്തങ്ങയിൽ നിന്ന് കർണാടകയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് PDP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാരിന്റെ കർക്കശ നിലപാടു കാരണമാണ് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചിട്ടും അബ്ദുൾ നാസർ മദനിക്ക് കേരളത്തിലേക്ക് വരാൻ കഴിയാതിരിക്കുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ച് ലോക മനുഷ്യാവകാശ ദിനമായ ഡിസംബർ 10 PDP പ്രവർത്തകർ കർണാടക നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്നും PDP വർക്കിംഗ് ചെയർമാൻ പൂന്തുറ സിറാജ് അറിയിച്ചു. ജീവൻ തരാം, മദനിയെ തരൂ എന്ന മുദ്രാവാക്യവുമായി സമര പോരാട്ട ഭൂമിയായ മുത്തങ്ങയിൽ നിന്ന് മാർച്ച് ആരംഭിക്കും. സമാന ചിന്താഗതിക്കാരായിട്ടുള്ള സംഘടനകളിലെ പ്രവർത്തകരുമൊക്കെ ചേർന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ കർണാടക വിധാൻസൗധയിലേക്ക് മാർച്ച് നടത്തുകയാണ്. 1000ന്റെയും 500ന്റെയും കറൻസികൾ അസാധുവാക്കിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി 10 ദിവസം പിന്നിട്ടിട്ടും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്നും PDP ആവശ്യപ്പെട്ടു. 54ാമത് മാനാഞ്ചിറ അയ്യപ്പൻ വിളക്കുത്സവം 26-ന് മുതലക്കുളം ഭദ്രകാളി ക്ഷേത്ര പരിസരത്ത് നടക്കും. അയ്യപ്പൻ വിളക്കുത്സവത്തോടനുബന്ധിച്ച് 27 ഗുരുസ്വാമിമാരെ ആദരിക്കലും സ്മരണിക പ്രകാശനവും നടന്നു. അയ്യപ്പ വിളക്കുത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം 27 ഗുരുസ്വാമിമാരെ ആദരിച്ചു. സ്മരണിക പ്രകാശനം PV ഗംഗാധരൻ നിർവഹിച്ചു. വസ്ത്രദാനം മനോജ് ഭട്ടർ നിർവഹിച്ചു. മകരവിളക്ക് ദർശിച്ച് മടക്കവും എല്ലാ വർഷവും പോയി 60ഓളം R ജയന്തകുമാർ, C ഹരിദാസ്, T ബാലകൃഷ്ണൻ, B സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ത്യൻ തിയേറ്റർ രംഗത്തെ ശ്രദ്ധേയനും നാടകരചയിതാവും സംവിധായകനുമായ പ്രശാന്ത് നാരായണനെ കോഴിക്കോട് നഗരം ആദരിക്കുന്നു. ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രശാന്ത് നാരായണന്റെ തിയേറ്റർ ജീവിതത്തിന്റെ 30 വർഷങ്ങൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നവംബർ 21 വൈകിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ അരങ്ങുണർത്തിന്റെ 30 വസന്തങ്ങൾ പരിപാടി സംഘടിപ്പിക്കുന്നത്. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കൂത്തുമാണം സെന്റർ ഫോർ ഇന്ത്യൻ കൾച്ചർ, ആർട്ട് ആൻഡ് തിയേറ്റർ സംഘടിപ്പിക്കുന്ന പരിപാടി കേരള ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കൂത്തുമാണം പ്രസിഡന്റ് റനീഷ് പേരാമ്പ്രയും സെക്രട്ടറി ശശി നാരായണനും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി പത്രപ്രവർത്തകയും പ്രമുഖ തിയേറ്റർ പ്രവർത്തകയുമായ ജിഷ അഭിനയ രചനയും സംവിധാനവും നിർവഹിച്ച് അവതരിപ്പിക്കുന്ന സാവിത്രി എന്ന നാടകവും അരങ്ങേറും. പരിപാടിയിൽ കോഴിക്കോട് മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും. MLA-മാരായ A പ്രദീപ്കുമാർ, MK മുനീർ, പുരുഷൻ കടലുണ്ടി, കൈതപ്രം, മാമുക്കോയ, PV ഗംഗാധരൻ, VR സുധീഷ് തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. ജനങ്ങളെ ദുരിതത്തിലാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SDPI സംസ്ഥാന പ്രസിഡന്റ് P അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ, ഈ പ്രതിഷേധ മാർച്ചിൽ നിങ്ങൾ അണിചേരുക. പ്രിയമുള്ളവരെ, മുന്നൊരുക്കങ്ങൾ ഏതുമില്ലാതെ നോട്ട് മാറുന്നതിന് ജനങ്ങളെ ദുരിതത്തിലാക്കിയ നരേന്ദ്രമോദി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SDPI ജില്ലാ കമ്മിറ്റി നടത്തിയ ഇൻകം ടാക്സ് ഓഫീസ് മാർച്ചിൽ പ്രതിഷേധമിരമ്പി. സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് നഗരം ചുറ്റി മാനാഞ്ചിറയിൽ പോലീസ് തടഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് P അബ്ദുൾ മജീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും കടുത്ത ദിനങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ നഗരങ്ങളും ഗ്രാമങ്ങളും നിശ്ചലമാണ്.
ദീർഘവീക്ഷണമില്ലാത്ത നടപടിയിലൂടെ മോദി സാധാരണക്കാരന്റെ ജീവിതത്തെ നരകതുല്യമാക്കിയിരിക്കുന്നു. രാജ്യത്തിന് മുന്നിൽ ഉത്തരമുട്ടിയ പ്രധാനമന്ത്രി പാർലമെന്റിലും ജനങ്ങളുടെ മുന്നിൽ നിന്നും ഒളിച്ചോടുകയാണ്. 97 വയസ്സുള്ള മാതാവിനെ ബാങ്കിന് മുന്നിൽ വരെ നിർത്തി തരം താന്ന രാഷ്ട്രീയം കളിക്കുന്നതിന് പകരം ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും രാജിവെച്ച് ജനാധിപത്യ മര്യാദ കാണിക്കുവാൻ മോദി തയ്യാറാകണമെന്നും മജീദ് ഫൈസി പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ സാധാരണക്കാരായ മുഴുവൻ ജനങ്ങളെയും, രാജ്യത്തെ 120 കോടിയിലധികം വരുന്ന മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പരിഷ്കരണം നടപ്പിലാക്കുമ്പോൾ അത് സാധാരണക്കാരെ ബാധിക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാമായിരുന്നു. SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MK മനോജ് കുമാർ, സെക്രട്ടറി റോയ് അറക്കൽ, K ജലീൽ സക്കാഫി, MA സലീം, നജീബ് അത്തോളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്തീരാങ്കാവ് ഗണേശ സാധനാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന മംഗള സഹസ്ര ചണ്ഡിക മഹായാനത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. നവംബർ 30 മുതൽ ഡിസംബർ 10 വരെയാണ് യാഗം നടക്കുക. പന്തീരങ്കാവ് ഗണേശ സാധനാ കേന്ദ്രത്തിൽ നവംബർ 30 മുതൽ ഡിസംബർ 10 കൂടി നടക്കാനിരിക്കുന്ന ശ്രീ മംഗള സഹസ്രചണ്ഡി മഹായാഗത്തിന്റെ ഭാഗമായി നവംബർ 15 കന്യാകുമാരിയിൽ നിന്നും ആരംഭിച്ച ശ്രീ ചണ്ഡിക പരമേശ്വരിയുടെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള യാത്ര പന്തീരങ്കാവിൽ എത്തിച്ചേർന്നു. വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചുള്ള യാത്ര വെള്ളിയാഴ്ച വൈകിട്ടാണ് പന്തീരങ്കാവ് ഗണേശ സാധനാ കേന്ദ്രത്തിൽ എത്തിച്ചേർന്നത്. 1000 കിലോയിലധികം ഭാരമുള്ള കൃഷ്ണശിലയിൽ തീർത്ത 18 കൈകളുള്ള ചണ്ഡിക പരമേശ്വരിയുടെ വിഗ്രഹം വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന യാഗത്തിന്റെ ഭാഗമായി പ്രതിഷ്ഠിക്കും. ശ്രീ മംഗള സഹസ്രചണ്ഡി മഹായാഗത്തിനുള്ള ഒരുക്കങ്ങൾ ഗണേശ സാധനാ കേന്ദ്രത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിന് അകത്തും പുറത്തുനിന്നുമുള്ള സന്യാസി ശ്രേഷ്ഠരും ആധ്യാത്മിക ആചാര്യന്മാരും സാംസ്കാരിക നായകരും പരിപാടിയിൽ പങ്കെടുക്കും. മോദിയിൽ നിന്ന് രക്ഷിക്കൂ ഭഗവതി എന്ന മുദ്രാവാക്യവുമായി AMT അസംഘടിത മേഖലയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കിഡ്സൺ കോർണറിൽ നടന്ന സമരം AMT സ്റ്റേറ്റ് സെക്രട്ടറി K അജിത ഉദ്ഘാടനം ചെയ്തു. മോദിയിൽ നിന്ന് രക്ഷിക്കൂ ഭഗവതി എന്ന മുദ്രാവാക്യവുമായി AMP സംഘടിത മേഖലയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. റിലയൻസ് ഓഫീസിന് മുന്നിൽ നിന്ന് കിഡ്സൺ കോർണറിലേക്ക് നടത്തിയ മാർച്ച് AMP സ്റ്റേറ്റ് സെക്രട്ടറി അജിത ഉദ്ഘാടനം ചെയ്തു. കറൻസി ക്ഷാമത്തിന് ഉടൻ നടപടിയില്ല എങ്കിൽ മോദി രാജിവെച്ച് പുറത്തു പോകണമെന്നും സാധാരണക്കാർക്ക് മോദിയിൽ നിന്ന് മോചനം വേണമെന്നുമുള്ള ആവശ്യങ്ങളാണ് പ്രവർത്തകർ ഉന്നയിച്ചത്. AMP ഉപദേശക സമിതി സെക്രട്ടറി വിജി ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ഗാർഗി, PT ഹരിദാസ്, അലീമ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിലവിലുള്ള ജീവനക്കാരുടെ വേതന വർധനവ് നടപ്പിലാക്കുമ്പോൾ തത്തുല്യമായ പെൻഷൻ വർധനവ് ബാങ്കിൽ നിന്നും വിരമിച്ചവർക്ക് നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്ന് IOB റിട്ടയറീസ് അസോസിയേഷൻ. ഈ ആവശ്യമുന്നയിച്ച് ബാങ്ക് റിട്ടയറീസ് പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 1995 മുതൽ ബാങ്ക് ജീവനക്കാർക്ക് നിലവിലുണ്ടായിരുന്ന CPF ആനുകൂല്യത്തിന് പകരമായി പെൻഷൻ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷനും ധനകാര്യ വകുപ്പും കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്ക് സമാനമായ രീതിയിലുള്ള പെൻഷൻ ആണ് വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ നിലവിലുള്ള ജീവനക്കാരുടെ വേതന വർധനവ് നടപ്പിലാക്കുമ്പോൾ തത്തുല്യമായ പെൻഷൻ വർധനവ് ബാങ്ക് ജീവനക്കാർക്കും കേന്ദ്ര ഗവൺമെന്റ് റിട്ടയറീസ് എന്നതുപോലെ നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നും ഇതുമൂലം ബാങ്കിൽ നിന്നും വിരമിച്ച ജനറൽ മാനേജർക്ക് ഇന്ന് ലഭിക്കുന്നത് കേവലം ജൂനിയർ ഓഫീസറുടെ അടിസ്ഥാന പെൻഷനിലും കുറവാണെന്നും IOB റിട്ടയറീസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇത്തരം നിരവധി പ്രശ്നങ്ങൾ ഉന്നയിച്ച് IOB റിട്ടയറീസ് അസോസിയേഷൻ കോഴിക്കോട് മേഖലാ സമ്മേളനം നവംബർ 20 നളന്ദ ഓഡിറ്റോറിയത്തിൽ നടക്കും. CPI ജില്ലാ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്യുമെന്നും IOB റിട്ടയറീസ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. വാർത്തകൾ തുടരുന്നു. ആയുർവേദ ചികിത്സയുടെ ആധികാരികതയും ഗുണമേന്മയും ഉറപ്പുവരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേരള ഗവർണർ റിട്ടയർഡ് ജസ്റ്റിസ് P സദാശിവം. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കല്ലായി റോഡ് ശാഖയുടെ ശതവത്സരാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആയുർവേദ ചികിത്സയുടെ ആധികാരികതയും ഗുണമേന്മയും ഉറപ്പുവരുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേരള ഗവർണർ റിട്ടയർഡ് ജസ്റ്റിസ് P സദാശിവം. ആയുർവേദ ചികിത്സാ രംഗത്തെ വ്യാജന്മാരെ സമൂഹത്തിനു മുന്നിൽ തുറന്നുകാട്ടാൻ മേഖലയിലെ സ്ഥാപനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കോഴിക്കോട് കല്ലായി റോഡ് ശാഖയുടെ ശതവത്സരാഘോഷ പരിപാടികളുടെയും പുതിയ കെട്ടിടത്തിന്റെയും ഉദ്ഘാടനം ടാഗോർ സെന്റിനറി ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ. On the part of institutions like Arya Vaidyasala
in convincing our society about the ശാസ്ത്രീയമായ മാർഗങ്ങൾ ചികിത്സാരംഗത്ത് സ്വീകരിച്ചിട്ടും പാരമ്പര്യമുള്ള ആയുർവേദം ആധുനിക വൈദ്യരംഗത്ത് നിന്ന് പുറന്തള്ളപ്പെടുന്ന സാഹചര്യം പരിശോധിക്കണമെന്നും പി സദാശിവം അഭിപ്രായപ്പെട്ടു. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോട്ടയ്ക്കൽ ആയുർവൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി കെ വാര്യർ ഗവർണർക്ക് ഉപഹാരം നൽകി. ഡോക്ടർ എം കെ മുനീർ MLA, കൌൺസിലർ PM നിയാസ്, ജനറൽ മാനേജർ KS മണി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. SSA URC സൌത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാംസുരി 2016 എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സംഗീത വിജ്ഞാൻ സഞ്ചാരം സംഘടിപ്പിച്ചു. ബേപ്പൂരിൽ വെച്ച് നടന്ന പരിപാടി ഷഫീഖ് അലി കെ ഉദ്ഘാടനം ചെയ്തു. SSA URC സൌത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാംസുരി 2016 എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായി സംഗീത വിജ്ഞാന സഞ്ചാരം സംഘടിപ്പിച്ചു. URC സൌത്ത് ട്രെയിനർ ഷഫീഖ് അലി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൌൺസിലർ പേരോത്ത് പ്രകാശൻ, കൌൺസിലർ പൊന്നത്ത് ഷൈമ, വൈറ്റ് പബ്ലിക് സ്കൂൾ എക്സിക്യൂട്ടീവ് മാനേജർ വിപിൻ എന്നിവർ അതിഥികളായി. പ്രസാദ് പന്നിയങ്കരുടെ നാടൻ പാട്ടുകൾ കുട്ടികൾക്ക് പുതിയൊരു അനുഭവമായി. AK അബ്ദുൾ ഹക്കീം, KS വാസുദേവൻ, M ജയകൃഷ്ണൻ, സബിത ശേഖർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. കേരളപ്പിറവിയുടെ 60ാം വാർഷികാഘോഷവും CPIM ചെത്ത് വ്യവസായ ലോക്കൽ കുടുംബ സംഗമവും കോഴിക്കോട്ട് നടന്നു. KSTA ഹാളിൽ നടന്ന പരിപാടി കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. CPIM ചെത്ത് വ്യവസായ ലോക്കൽ കുടുംബ സംഗമം ഏറെ പ്രാധാന്യത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയം ചർച്ചാ വിഷയമാക്കിയത്. തൊഴിലാളികൾക്കും വ്യവസായത്തിനും ഏറെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന നയം സംബന്ധിച്ച് വിമർശനങ്ങളും ഉയർന്നുവന്നു. സാമ്പത്തിക നയത്തിന്റെ പേരിൽ സഹകരണ ബാങ്കുകളെ തകർക്കുകയാണ് മോദിയെന്നും വൻകിട കോർപ്പറേറ്റുകൾക്ക് അടിയറവ് വെച്ച് സഹകരണ മേഖലയെ ഇല്ലായ്മ ചെയ്യാനാണ് ലക്ഷ്യമിടുന്നതെന്നും കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത കേളുവേട്ടൻ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ KT കുഞ്ഞിക്കണ്ണൻ കുറ്റപ്പെടുത്തി. ഇങ്ങനെ ചൊരുവ് വെച്ച പണം നരേന്ദ്രമോദി എന്താ ചെയ്തത്? നവംബർ 8-ാം തീയതി രാത്രി പട്ടാളക്കാരുമായിട്ട് ചർച്ച നടത്തിയിട്ട് മൂപ്പരൊറ്റ പ്രഖ്യാപന, ഇനി 500-ന്റെയും 1000-ന്റെയും നോട്ട് സാധുവല്ല. മൂപ്പര സ്വന്തം ആൾക്കാർക്കൊക്കെ രഹസ്യമായിട്ട് വിവരം കൊടുത്തു, ഇത് നിരോധിക്കുന്നു, നിങ്ങൾ വേണ്ട മാറ്റമൊക്കെ വരുത്തിക്കും. അവർക്കെന്താണ്? റിസർവ് ബാങ്ക് പുതുതായി അടിച്ച 2000. KSTA ഹാളിൽ നടന്ന ചടങ്ങിൽ ചെത്തു തൊഴിലാളി സംഘം പ്രസിഡന്റ് MV സദാശിവൻ, യൂണിയൻ പ്രസിഡന്റ് PA ചന്ദ്രശേഖരൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB മംഗളാനന്ദൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പട്ടികജാതിക്കാരുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന് അംബേദ്കർ ജനപരിഷത്ത് ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുന്നയിച്ച് അംബേദ്കർ ചരമവാർഷിക ദിനമായ ഡിസംബർ 6-ന് സംസ്ഥാനത്തുടനീളം പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കും. രാജ്യമാകെ സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗക്കാരെടുത്ത വായ്പയിന്മേലുള്ള ജപ്തി നടപടികൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് അംബേദ്കർ ജനപരിഷത്ത് ആവശ്യപ്പെട്ടു. പട്ടികജാതി വർഗക്കാർ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യത്തിന് വേണ്ടി എടുത്ത തുച്ഛമായ വായ്പയും പലിശയും എഴുതിത്തള്ളാൻ മടി കാണിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഭരണാധികാരികളുടെ വിവേചനത്തിനെതിരെ അംബേദ്കർ ചരമദിനമായ ഡിസംബർ 6-ന് സംസ്ഥാനത്തുടനീളം വിവിധ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികളായ രാംദാസ് വേങ്ങേരി, VM ചന്ദ്രിക അജേഷ്, TV ബാലൻ പുള്ളാളൂർ തുടങ്ങിയവർ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഞ്ചാരികൾക്ക് കാഴ്ചകളുടെ വിരുന്നൊരുക്കാൻ നഗരം ഒരുങ്ങുന്നു. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ശുചീകരണ യജ്ഞത്തിന് തുടക്കം. പ്രഥമ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 100ാം ജന്മദിനം. വിപുലമായ പരിപാടികളോടെ ജന്മദിന ആഘോഷങ്ങൾ. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് നവംബർ 21-ന് തുടക്കമാകും. 3 ദിവസങ്ങളിലായി മാറ്റുരയ്ക്കുന്നത് 2960ഓളം കുട്ടികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.